രക്തദാനം ജീവദാനം രക്തദാനം പ്രാണദാനം രക്തദാനം മഹാദാനം രക്തദാനം മഹത്കർമ്മം. രക്തം ദാനം ചെയ്യാൻ അവരുടെ HP ലെവൽ നോക്കിയതിനു ശേഷം മാത്രമേ രക്തം ദാനം ചെയ്യാൻ പാടുള്ളൂ. ജീവദാനം രക്തദാനം പ്രാണദാനം തൈറോയിഡ് മെഡിസിൻ എന്തെങ്കിലും കഴിക്കുന്നവര് ഓൺ പീരീഡ്സ് ഇങ്ങനെയുള്ളവർ ആരും തന്നെ കൊടുക്കരുത്. ബാക്കി ലേഡീസിനൊക്കെ HP നോക്കാമേ. കഴിഞ്ഞ ദിവസം ഏകദേശം 1500 സെന്ററോളം നമുക്ക് രജിസ്റ്റർ ആയിട്ടുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. എന്നാ അടൂര് പത്തനംതിട്ടയുടെ ഭാഗമായിട്ട് ഇവിടെ ഇന്നത്തെ ദിവസം നമ്മൾ തീരുമാനിച്ച് ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. നമ്മളെ വിശിഷ്ട അതിഥികളെ ക്ഷണിച്ചിരുന്നു ഈ പരിപാടിക്ക്. അതിലെ ആദ്യമായി നമ്മുടെ ബ്ലഡ് ബാങ്കിൽ നിന്ന് ഡോക്ടർ സ്മിത, ജനറൽ ഹോസ്പിറ്റൽ പത്തനംതിട്ട ബ്ലഡ് ബാങ്കിലെ മെഡിക്കൽ ഓഫീസറാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഉപവിഷ്ടയാകാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്ത നമ്മുടെ വാർഡ് മെമ്പറാണ് രമേശ് കുമാർ വരിക്കോരൽ സാർ. അവர்களെയും ഈ മഹത്തായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ശാന്ത ആശാ വർക്കറാണ് നമ്മുടെ വാർഡിലെ. ശാന്തി ആശാ വർക്കറാണ്. എല്ലാ പരിപാടിക്കും നമുക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിലേക്കാണ് നമുക്ക് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് തുടങ്ങാം. അപ്പൊ എല്ലാവരുടെയും കുറെ ദിവസങ്ങളായിട്ടുള്ള അക്ഷീണ പരിശ്രമമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ ഒരു ചടങ്ങിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൗണ്ട് ആബുല് ഇതിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ ഏകദേശം അവിടുത്തെ ഇൻമേറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഔട്ട്സൈഡിലെ ഉണ്ടായിരുന്നു. ഏകദേശം 2000-ഓളം പേര് അതിൽ പങ്കെടുത്തു. ഇന്ന് ശാന്തിവൻ അബു റോഡിലെ നമ്മുടെ മഹത്തായ ഒരു ഹെഡ്ക്വാർട്ടറാണ്. അവിടെ ഇന്നത്തെ ദിവസം ഉണ്ട്. കോട്ടയത്താണെങ്കിൽ ഇന്നലെയും ഇന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്ത് നോക്കിയാൽ 2-3 ദിവസങ്ങളാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഓർമ്മ ദിവസമായത് നമ്മുടെ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ദാദി പ്രകാശ് മണി. 18ാമത്തെ പുണ്യ ദിവസമാണ്, പുണ്യതിഥിയാണ് 25 ഓഗസ്റ്റ്. അപ്പൊ അതിന്റെയും കൂടി ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ വിശ്വ സഹോദര ദിവസമായിട്ട് ആഘോഷിക്കുകയാണ്. നോക്കൂ, ഒരു തുള്ളി രക്തം എത്രയോ പേരുടെ ജീവനെ നിലനിർത്തുന്നുണ്ട്. നമുക്ക് രക്തം കിട്ടാത്ത സമയത്താണ് രക്തത്തിന്റെ വില അറിയുന്നത്. എത്രയോ ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ആക്സിഡന്റ് ആകുമ്പോൾ ബ്ലഡ് കിട്ടാതെ, ചില ഗർഭിണികള് പ്രസവ സമയത്ത് ബ്ലഡ് കിട്ടാതെ, ഇങ്ങനെ എത്രയോ രോഗങ്ങൾ വരുമ്പോൾ ബ്ലഡ് കിട്ടാതെ. കാരണം സയൻസ് ഇന്ന് വരെ ബ്ലഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതേപോലെ ശരീരത്തിൽ ഒരു ആത്മാവിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കുറവും വരുത്തില്ല, വീണ്ടും അത് ക്രിയേറ്റ് ആയിക്കോളും. അത് നമുക്ക് പ്രകൃതി തന്ന ഒരു വരമാണ്, ഈശ്വരൻ തന്ന ഒരു വരമാണ്. അപ്പൊ നമ്മൾ ഇത് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആരുടെ ജീവനാണ്, എവിടെയാണ് ഇത് പ്രയോജനപ്പെടുന്നത്, അതിന്റെ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടും. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ജീവിതത്തിൽ കാശ് കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്നതല്ല. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ആരും സഹായിക്കാൻ ഇല്ലാത്തപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബ്ലെസ്സിങ്സ്. ഇത് നമ്മൾ ദാനം ചെയ്യുമ്പോൾ നമുക്ക് അനേകരുടെ ബ്ലെസ്സിങ്സ് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ രക്തദാന ക്യാമ്പിലേക്ക് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ടീം തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി. നമുക്ക് ചടങ്ങിലേക്ക് പ്രവേശിക്കാം. രക്തദാനം ജീവദാനം രക്തദാനം പ്രാണദാനം രക്തദാനം മഹാദാനം രക്തദാനം മഹത്കർമ്മം. രക്തദാനം ജീവദാനം രക്തദാനം പ്രാണദാനം രക്തദാനം മഹാദാനം രക്തദാനം മഹത്കർമ്മം.
രക്തം നൽകി ജീവിതം കൊടുക്കാം, മനുഷ്യ സ്നേഹത്തിനു കൈകോർക്കാം. രക്തദാതാവാകുവിൻ, പുനർജന്മം നൽകുവിൻ. ജാതിയില്ല, മതമില്ല, രാജ്യമില്ല രക്തദാനത്തിൽ. രക്തദാനത്തിൽ നാം ഒന്നാണെന്ന സത്യം നാം ഓർക്കൂ. രക്തദാനത്തിൽ നാം എല്ലാം ഒന്നാണെന്ന സത്യം നാം ഓർക്കൂ. ഓം ശാന്തി. ഓം ശാന്തി എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ശാന്തസ്വരൂപാത്മാവാണ് എന്നതാണ്. എൻ്റെ കണ്ണുകളിലൂടെ, എൻ്റെ മുഖത്തിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ ശാന്തി പ്രദാനം ചെയ്യണം എന്നതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ബ്ലെസ്സിങ്സ് തരാനായിട്ട് വാർഡ് കൗൺസിലറായ രമേശ് കുമാർ വരിക്കോലിൽ അവർകളെ സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് നമുക്ക് സ്വാഗത പ്രസംഗം ആശീർവാദം തരും. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യായ ഉഷ സിസ്റ്റർ, അതുപോലെ തന്നെ പത്തനംതിട്ട മെഡിക്കൽ ഓഫീസർ ബഹുമാന്യായ സ്മിത മാഡം, ബഹുമാന്യായ സിസ്റ്റർ ശാന്തി അവർ, ഇന്നിവിടെ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയിട്ടുള്ള ബഹുമാന്യരായ ഉദ്യോഗസ്ഥർ, പ്രിയമുള്ള സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ബ്രഹ്മകുമാരീസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഭാരതമൊട്ടാകെ രക്തദാന ക്യാമ്പ് നടക്കുകയാണ്. നമുക്കറിയാം, പലപ്പോഴും പല അവസരങ്ങളിലും ബ്ലഡ് കിട്ടാതെ ഒട്ടനവധി ആൾക്കാർ നമ്മളോടൊപ്പം നമ്മളെ ആശ്രയിക്കാറുണ്ട്. അപ്പൊ ഇതുപോലുള്ള സംരംഭങ്ങൾ, ഈ രക്തം കൊടുക്കുക എന്ന് എല്ലാവരും അതിനുള്ളൊരു മനസ്സ് കാണിക്കണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഞാനിപ്പോൾ എന്നോട് വന്നപ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റർ ചോദിച്ചു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു. ഞാൻ ഒരു ആറ് മാസം ആവുന്നതേ ഉള്ളൂ കൊടുത്തിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾക്ക് എന്നൊരു ആശ്രയം ഇതുപോലുള്ള സംഘടനകളും അതുപോലെ തന്നെ ഈ സൊസൈറ്റികളുമാണ്. പലപ്പോഴും നമ്മുടെ വാർഡുകളിൽ, നമ്മുടെ പ്രദേശങ്ങളിലും ബ്ലഡ് അത്യാവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഓടിയെത്തുന്ന ഓരോരുത്തരും ഈ രക്തം കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അനുഗ്രഹമാണ്. ഇന്ന് ഇത്ര വലിയൊരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. അപ്പൊ ഇതിന്റെ സംഘാടകർ, ഈ ബ്രഹ്മകുമാരീസിന്റെ നേതൃത്വത്തിൽ ഈ ചടങ്ങ് നടത്തുന്നതിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ സ്മൃത അവർകളെയും 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിനെ ക്ഷണിക്കപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ യൂട്യൂബിൽ നമ്മുടെ ശിവാനി ദീദിയുടെ ടോക്കുകൾ ഒരുപാട് കേൾക്കാറുണ്ട്. BK ശിവാനി ദീദി, അതുപോലെ തന്നെ നമ്മുടെ ഷീബ സിസ്റ്റർ, അതേപോലെ ശിവജ്യോതി പാലക്കാട്, മീഡിയ കേരള എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. ഞാനിങ്ങനെ ബ്രഹ്മകുമാരീസിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്റോട് പറഞ്ഞ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പിന്നെ ദീദി പറഞ്ഞ പോലെ തന്നെ ആത്മാവ്, അതുപോലെ തന്നെ ബ്ലഡ്, ഇതൊന്നും നമുക്കൊന്ന് പകരം സൃഷ്ടിക്കാൻ പറ്റത്തില്ല. സയൻസിന് ഇതുവരെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി പറ്റാനും പോകുന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു സൃഷ്ടിയാണ് നമ്മളല്ലേ. അപ്പൊ ഇപ്പൊ ഇവിടെ വന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും
എന്താ പറയാ, അവര് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം തന്നെയാണ് ഇങ്ങനെ ബ്ലഡ് ഡൊണേഷന് വരാൻ പറ്റുന്നതെന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവ് ശുദ്ധമാണ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമായാലും മാത്രമേ നമുക്ക് നല്ലൊരു ബ്ലഡിലും അതുപോലെ തന്നെ നമ്മുടെ ജീവന്റെ ഒരു അംശം തന്നെയാണ്. അപ്പൊ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ശേഖരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ശുദ്ധിയും കൂടെ ഉള്ള ഒരു ബ്ലഡ്, ശുദ്ധമായിട്ടുള്ള ബ്ലഡും കൂടാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഇതുപോലെ ഒരു അവസരം തന്നതിന് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിന്റെ പേരിലും ബ്ലഡ് ബാങ്കിന്റെ പേരിലും ഞങ്ങൾ നന്ദി പറയാണ്. ആശാവർക്കറായ ശാന്തി അവർകളെയും 2 വാക്കുകൾ പറയാനായി ക്ഷണിക്കുന്നു. ഇവിടെ ഈ സന്നിധിയിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. അതുപോലെ നമ്മുടെ ബഹുമാനിയായ നമ്മുടെ സിസ്റ്റർ, ഞാൻ കുറേ വർഷം കൊണ്ട് തന്നെ, ഒരുപാട് വർഷത്തിന് മുമ്പ് കൊണ്ട് ഞാൻ സിസ്റ്ററുമായിട്ട് നല്ല പരിചയമാണ്. പക്ഷെ ഞാൻ അന്നും ആഗ്രഹിച്ചിട്ടുണ്ട് സിസ്റ്ററിനെ കാണുന്നതിന് നേരിലും സംസാരിക്കാൻ പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ഒരു സ്ഥാപനം വന്നിട്ട് ഞങ്ങൾ ഒരുപാട് അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ കൂടെ ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ സിസ്റ്റർ എനിക്ക് പറഞ്ഞുതരും. നമ്മുടെ മനസ്സിന് നമ്മുടെ ദുഃഖങ്ങളെല്ലാം തട്ടി മാറ്റി നമുക്ക് നല്ലൊരു മനസ്സോടായിരിക്കും നമ്മൾ ഈ പിന്നെ ദൈവ സന്നിധിയിലേക്ക് വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നല്ലൊരു സമാധാനം തന്നാണ് നമുക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് പുറത്തു പോകാൻ പറ്റിയിട്ടുള്ളത്. അതിന് ഒരുപാട് നന്ദി സിസ്റ്റർമാർക്ക് ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ബ്ലഡിന്റെ പിന്നെ വിശ്വ സ്വാതന്ത്ര്യ ദിനം, അതായത് ഓഗസ്റ്റ് 25 എല്ലായിടവും ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ, അതായത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായ, സിസ്റ്ററിന്റെ പറയുന്നത് കേട്ടു 1500 പേരോളം നമുക്ക് രക്തം ദാനം ചെയ്യാനായിട്ടുണ്ട്. അവര് വന്ന് ചേർന്നിട്ടുള്ളത് വളരെ സന്തോഷമാണ്. കാരണം ഞാനും ഹെൽത്ത് സംബന്ധമായിട്ട് ഞാനിവിടെ 17 വർഷം കൊണ്ട് ആശാവർക്കറാണ്. ഈ വാർഡിന്റെ തന്നെ ആശാവർക്കറാണ്. എല്ലാ കാര്യത്തിലും ഞാൻ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബഹുമാന്യനായ കൗൺസിലർ ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ 9ാം വാർഡിലോട്ട് പോയി അദ്ദേഹത്തിനെ ഈ വാർഡിൽ തന്നെ ഇപ്രാവശ്യം കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അത്ര താല്പര്യത്തോടെ ഇരിക്കുകയാണ്. അത്ര നല്ലൊരു മനുഷ്യനാണ്. നമുക്ക് നമ്മുടെ രമേഷ് കുമാർ വരിക്കോലിൽ എന്ന് പറയുന്ന അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കൗൺസിലറാണ് പുള്ളിയാണ്. ആശുപത്രി അതിന്റെ വികസനം നല്ലതായിട്ട് നമ്മുടെ അടൂർ കിട്ടുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൗൺസിലർ, അതുപോലെ നമ്മുടെ ബഹുമാന്യായ നമ്മുടെ അടൂർ ഡോക്ടർ നമ്മുടെ സ്മിത മാഡം, അദ്ദേഹത്തെ നമുക്ക് എനിക്ക് കാണാൻ പറ്റിയതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. ഞാനും ഇങ്ങനെ എല്ലാ ഡോക്ടർമാരുടെയും കൂടെ ഞങ്ങള് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഡോക്ടേഴ്സ് ഞങ്ങളുടെ പത്തനംതിട്ട GH നിന്ന് വന്നിട്ടുണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ അടൂർ GH ഏനാദിമംഗലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതുപോലെ ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക, ഇതുപോലെ രക്തം ദാനം ചെയ്യുന്ന കാര്യത്തിൽ മക്തായ ക്യാൻസർ, അതുപോലെ ഓരോ പല ക്യാമ്പുകളും നടത്തുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം ഞങ്ങൾ സന്നദ്ധരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പറഞ്ഞതുപോലെ നമ്മള് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് ആക്സിഡന്റുകൾ പറ്റുന്നുണ്ട്. നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണുന്നുണ്ട് നമുക്ക് ആക്സിഡന്റുകൾ. നമുക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. ഈ വകുപ്പുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ നല്ല കുട്ടികൾ, ഇപ്പൊ നല്ല ആൺപിള്ളേർ നല്ലതായിട്ട് നമുക്ക് രക്തം ദാനം ചെയ്യാനുള്ള ഒരുപാട് കുട്ടികൾ, മഹത്തായ ആൺകുട്ടികളായാലും പെൺകുട്ടി ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ കുറെ പേരെ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം. കാരണം എല്ലാ അമ്മമാരും സിസ്റ്റർമാരും എല്ലാവരും കൊടുക്കാനായിട്ട് നിൽക്കുന്നു. അപ്പൊ അത് തന്നെ വളരെ സന്തോഷമാണ്. ഒരു തുള്ളി രക്തത്തിന് വേണ്ടി നമ്മളെ തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പ് കിട്ടുമോ, ഞങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമോ? അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളോട് ഞങ്ങൾക്ക് അന്നേരം ഫോർവേഡ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുക. എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ബ്ലഡ് എത്തിക്കുക, ഒരു ജീവൻ രക്ഷിക്കുക എന്നതാണ് മഹത്തായ ഒരു ധർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ മഹത്തായ ധർമ്മം ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സ്ഥാപനം വന്നതിന് ശേഷം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ബ്രഹ്മകുമാരി മഹാസന്നിധിയിൽ, അതായത് ഇതൊരു ദേവാലയമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേ ദേവാലയം തന്നെയാണ്. ഇവിടെ ഒരുപാട് പ്രവർത്തനം നമ്മുടെ സിസ്റ്റർ നടത്തുന്നുണ്ട്. അങ്ങേറ്റ സിസ്റ്ററിന് ഒരുപാട് നന്ദി ഞാൻ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശാന്തി. നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് പ്രവേശിക്കാം. അപ്പോ നന്ദി 2 വാക്കിൽ പറയാനായിട്ട് നമ്മുടെ സരസമ്മ മാതാജിയെ വിളിക്കാണ്. 2 വാക്കില്. കാരണം ഞാൻ ഔട്ട് ഓഫ് സബ്ജക്റ്റ് പോകുമല്ല, പക്ഷെ ഈ വേദിയിൽ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ബ്ലഡ് ബാങ്കിനെ അറേഞ്ച് ചെയ്ത് തന്നെ മാതാജിയുടെ മകനാണ് DMOയിലെ സുനീഷ് സാർ, എന്റെ അമ്മയാണ്. വന്നേ മാതാജി. അപ്പൊ സിസ്റ്റർ എന്താ ഒന്നും പേടിക്കണ്ട, മോനോട് പറയാം. അങ്ങനെ എന്നെ ഗൈഡ് ചെയ്തു. ഞങ്ങൾ വന്ന് കണ്ടുപോലുമില്ല. എല്ലാം ഇവിടെ ഇരുന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റി. പിന്നെ ഈ വേദിയിൽ വേറൊരു കാര്യം പറയാനുള്ളത്,
നമ്മുടെ ശാന്തി മേഡം ജസ്റ്റ് വന്നതാണ്, പ്രതീക്ഷിക്കാതെ. നോട്ടീസ് പത്രങ്ങളിൽ കൊടുക്കാനുള്ള ആളെ ഫോണിൽ കൂടെ തന്നെ എല്ലാം വിളിച്ച് വരുത്തി എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. നമ്മുടെ വരിക്കോലി സാറ് പറയാതിരിക്കാൻ പറ്റില്ല, ഈ സ്ഥലം നമുക്ക് ഇവിടെ കിട്ടാൻ തന്നെ നിമിത്തം അദ്ദേഹമാണ്. സോ ഈ വേദിയിൽ പറയേണ്ടതില്ല, എങ്കിലും എന്റെ മനസ്സ് പറയുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പൊ അത്രയും നല്ല മനസ്സിന്റെ ഉടമകളെയാണ് നമുക്ക് ഇന്ന് ഈ പരിപാടിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2 വാക്ക് നന്ദി പറഞ്ഞ് ഓം ശാന്തി. ബ്ലഡ് ബാങ്കിന്റെ ഇതിൽ ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർക്ക്, പിന്നെ വാർഡ് മെമ്പറല്ല കൗൺസിലർ, ഞങ്ങൾ പഞ്ചായത്തായിരുന്ന മെമ്പർ, കൗൺസിലർ, ആശാ വർക്കർ, സിസ്റ്റർ, പിന്നെ എല്ലാവർക്കും ഉപരി ബാബയ്ക്ക് നന്ദി പറയുന്നു. എനിക്ക് മറ്റുള്ളവർക്കെല്ലാം പറയുന്നത് കൂടുതലായിട്ട് ബാബയ്ക്ക് പറയാനുണ്ട്. ഇവിടെ സംസാരിക്കാനല്ല ഞാൻ വന്നത്, മകനും ഞാനും എല്ലാ ഈ കാര്യത്തിനും സന്നിഹിതരാകാനും മോനിതിനു വേണ്ടി പറയാനുള്ള ഇത് ബാബയാണ് തന്നിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം ബാബയാണ്. ഇവിടെ വന്നേക്കുന്നവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും എല്ലാവർക്കും ബാബയുടെ അനുഗ്രഹവും പിന്നെ ആശംസയും കിട്ടുന്നതിന് വേണ്ടി ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കും. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ചൊരിയുമാറാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പറയും. ഓം ശാന്തി. ബാബ എന്ന് ഉദ്ദേശിച്ചത് പരമാത്മാവിനെയാണ്. ഇതിന്റെ പ്രസ്ഥാനം രാജസ്ഥാനിന്റെ നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് ബാബ എന്ന് വെച്ചാൽ അച്ഛൻ, നമ്മളെല്ലാ ആത്മാക്കളുടെ അച്ഛൻ പരമാത്മാവാണ്. ആ പ്രകാശം, ആ വാതിലിന്റെ പുറകിലെല്ലാം ലൈറ്റ് ഇടണേ, 2 സ്വിച്ച്. അജിമോള് നിൽക്കുന്നതിന്റെ പുറകില് പരമാത്മാ പ്രകാശം. ആ പ്രകാശത്തിനെയാണ് ഇവിടെ ബാബ എന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ വ്യക്തികളല്ല. സർവ്വ ആത്മാക്കളുടെ അച്ഛൻ പരംപിത പരമാത്മാ സദാശിവനെയാണ് നമ്മള് അച്ഛൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും നല്ലൊരു സാമ്പിൾ ആയിട്ട് നടത്തി തന്ന സർവേശ്വരന് നന്ദി പറയുന്നു. ഈശ്വരീയ ഉപകാരം. രക്തദാനം ജീവദാനം, രക്തദാനം പ്രാണദാനം, രക്തദാനം മഹദാനം, രക്തദാനം മഹത്കർമ്മം. രക്തദാനം ജീവദാനം, രക്തദാനം പ്രാണദാനം, രക്തദാനം മഹദാനം, രക്തദാനം മഹത്കർമ്മം. രക്തം നൽകി ജീവിതം കൊടുക്കാം, മനുഷ്യ സ്നേഹത്തിനു കൈകോർക്കാം. രക്തദാതാവാകുവിൻ, പുനർജന്മം നൽകുവിൻ. ജാതിയില്ല, മതമില്ല, രാജ്യമില്ല രക്തദാനത്തിൽ. രക്തദാനത്തിൽ നാം ഒന്നാണെന്ന സത്യം നാം ഓർക്കൂ. രക്തദാനത്തിൽ നാം എല്ലാം ഒന്നാണെന്ന സത്യം നാം ഓർക്കൂ. നമ്മുടെ ഓരോ തുള്ളിയും ഒരു ജീവനെ രക്ഷിക്കാം. അവർക്കു താങ്ങായി മാറിടാം, ചേർത്തു പിടിച്ചിടാം. തുള്ളിയും നൽകട്ടെ, ജീവനു വെളിച്ചം പകരട്ടെ. ജീവിതപാതയിൽ കൂടെ നിർത്തി സമൂഹമാകെ സംഗീതം പകരാം.